button. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ബ്രോസ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ട ചിക്കനാണിത്. അപ്പോൾ എല്ലില്ലാത്ത ചിക്കനുമാണ് നമുക്ക് എടുക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചത്, ഇനി മല്ലിപ്പൊടി, അത് മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് കോൺഫ്ലവർ പൊടിയും മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള സുറുക്ക് ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ എടുത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ ചിക്കനിക്ക് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മസാല കൂട്ട് എങ്ങനെ വേണ്ടിയത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. ഇത് മസാല ഒക്കെ പിടിച്ച് തരണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലുള്ള നന്നായിട്ട് മസാല പിടിക്കുക. അപ്പോൾ അതിന് വരെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള പരിപാടി നോക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സലാഡാണ്. അതിലേക്ക് ആവശ്യമുള്ള കാബേജ്, കിയാറ്, ക്യാരറ്റ്, ഉള്ളി, അപ്പോൾ 4 ഐറ്റംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പുതിയൊരു കത്തി മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതായിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാബേജും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നല്ല കുനുകുനാന്നരിയണം. കട്ട് ചെയ്ത സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ആവശ്യമായ കുരുമുളക് ഇട്ടുകൊടുക്കുക. ഇനി കുറച്ച് ചാറ്റ് മസാല ഇട്ടുകൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മയോണീസ് നമുക്ക് എന്ത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതെന്ത് ചെയ്യാം, ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ സാധനം ഇവിടെ നല്ല മിക്സായി വന്നിരിക്കണ്. അപ്പോൾ ഇത് റെഡി ആയിക്കണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പരിപാടിയൊക്കെ നീങ്ങാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് മൈദയാണ്. അതിൽ കുറച്ച് ഉപ്പിടുക. ഇനി കുറച്ച് കുരുമുളക് പൊടി. നമുക്കിത് എന്ത് ചെയ്യാം, മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കനൊക്കെ റെഡി ആയിക്കണേ. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലുള്ളൂ ചിക്കനൊക്കെ നല്ല മസാല പിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നേരത്തെ കുഴച്ച് വെച്ച മൈദയിൽ നമുക്ക് മുക്കിയിട്ട് എന്ത് ചെയ്യാം, എടുക്കാം. നല്ല എല്ലായിടത്തും പിടിക്കണം. എന്നിട്ട് നമുക്ക് ആയത് നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റി വെക്കാം. നമ്മൾ മൈദയിൽ മുക്കിയ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. നേരത്തെ ചിക്കൻ എടുത്ത് ആ മസാലയിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് കറക്കി വെക്കാം. കോഴിമുട്ട വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുക. അതാകുമ്പോൾ നമുക്ക് ചിക്കൻ എന്ത് ചെയ്യാം, മുക്കിയെടുക്കാൻ നല്ല എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കിനി പരിപാടി തുടങ്ങാം. ചിക്കൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, കോഴിമുട്ടയിൽ നല്ല മുക്കിയതിന് ശേഷം നമുക്കത് ചെയ്യുക, ഓട്സിലേക്ക് മാറ്റിയിട്ട് സെറ്റാക്കി വെക്കാം. ഓട്സിൽ വെച്ച ചിക്കൻ നമുക്ക് എന്ത് ചെയ്യാം, പൊരിച്ചെടുക്കുക. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ തന്നെ എണ്ണയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. കൂടുതൽ നേരം നമ്മൾ ഇട്ട് വെക്കാൻ പാടില്ല, കാരണം ചെറിയ പീസായതുകൊണ്ട് ഒരു 5 മിനിറ്റ് 4 മിനിറ്റൊക്കെ ഇട്ടാൽ മതി. കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതെടുത്തിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. നമ്മൾ ചില്ലി ബ്രോസ്റ്റ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് കഴിച്ചിട്ട് എന്താ പാടുന്നുള്ളത് നമുക്ക് നോക്കാം. സാധനം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ്.